നമസ്കാരം. ആസ്ട്രോമീഡിയയുടെ മാന്യ പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ ശനിയുടെ മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ നിന്നാലത്തെ ഫലമാണ് പറയണത്. നമ്മൾ ഇതിനു മുൻപ് സൂര്യൻ നിന്നാലത്തെ ഫലം പറഞ്ഞു, പിന്നെ അങ്ങനെയുള്ളത് പറയുണ്ടായിട്ടില്ല. ചന്ദ്രൻ്റെയും പറഞ്ഞിട്ടുണ്ട്. മറ്റേത് എന്തോ ഒരു കാരണവശാൽ ഇങ്ങനെ വിട്ടുപോയതാണ്. അപ്പോൾ സ്ഥിരം കാണുന്ന ശ്രോതാക്കളായിട്ടുള്ള പ്രേക്ഷകർ അവർ കണ്ടുപിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അതൊന്ന് പറഞ്ഞു തരാൻ തന്നാൽ നന്നായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ആരംഭിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രമാണം നമുക്കൊന്ന് പരിശോധിക്കാം. മൂർഖോ നാദിധനോ ഗതസ്വസുതധീ അംബാസുത പ്രച്യതോ നാര്യസ്വൽപധനാത്മജോ ഗണപുരഗ്രാമാഗ്രണീരുഘ്രദീ ജാത പുത്രകളത്ര വിത്തവിഭവോ രാജപ്രിയോ വിത്തവാൻ തേജോഭാരഗുണാന്വിതോ രവിസുതേ മേഷാദിരാശി സ്ഥിതേ. ഇത്ര വെട്ടുപ്പായിട്ട് ആചാര്യം പറഞ്ഞു. മൂർഖോ നാദിധനോ, മൂർഖനായിരിക്കുക. ശരി, മേടത്തിൽ നിന്നാൽ മൂർഖനായിരിക്കുന്ന പറയുക. കടിക്കുന്ന മൂർഖനല്ല, എന്നാൽ കടിക്കുന്ന മൂർഖന പിന്നെയും ഭേദം. അപ്പോൾ ശനിക്ക് നീചരാശിയാണ് മേടം രാശി. അവിടെ നിന്ന് കഴിഞ്ഞാൽ മൂർഖ സ്വഭാവം എന്ന് പറയില്ലേ, ക്രൂരനായിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മൂർഖനായി ഭവിക്കുക, ബുദ്ധിയില്ലാത്തവനായിട്ട് ഭവിക്കുക, അതൊക്കെ മൂർഖൻ എന്ന അർത്ഥത്തിന് വിഡ്ഢി എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. മൂർഖോ നാദി ധനോ, ഇടവത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്പധനവാനായിരിക്കുക, ധനമില്ലാത്തവനായിരിക്കുക. ഗതസ്വ സുതധി, ഗതം മിഥുനം, സ്വസുതതി മിഥുനത്തിൽ നിന്ന് കഴിഞ്ഞാൽ സുഖവും ബുദ്ധിയില്ലാത്തവനായിരിക്കുക, ബുദ്ധിഹീനത്വം ഉണ്ടായിരിക്കുക, ജീവിത സുഖമില്ലാതിരിക്കുക. കർക്കിടകത്തിൽ വന്നു കഴിഞ്ഞാലോ നാര്യ സ്വൽപതനാത്മജോ, അമ്മയാലും പുത്രന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട് ഭവിക്കുക. അമ്മ ഉപേക്ഷിച്ച കുട്ടി എന്ന് പറയാറില്ലേ, അങ്ങനെ ഭവിക്കാം. അമ്മയാൽ ഉപേക്ഷിക്കുക, അതൊരു കൃത്യമായിട്ട് അനുഭവത്തിലുള്ളൊരു ഫലങ്ങളാണ്. പല ജാതകത്തിലും കണ്ടിട്ടുണ്ട്. അമ്മ ഉപേക്ഷിച്ചു പോയി കുട്ടി ജനിച്ചപ്പോൾ, അല്ലെങ്കിൽ അമ്മ ഉപേക്ഷിച്ച പാതി വഴിയിൽ ഉപേക്ഷിക്കുക വെച്ചാൽ അമ്മയ്ക്ക് ദോഷം വന്നതുണ്ട് കേട്ടോ. അമ്മ ജീവിതത്തിൽ നിന്ന് പോയ ഒരവസ്ഥ, ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അത് ആ കർക്കിടകൻ രാശിയുടെ സ്വഭാവമാണ്. കർക്കിടകൻ ഞണ്ട് പോലെയെന്നാണ് പറയുക. ഞണ്ടിന് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ഞണ്ട് നശിക്കും. ഞണ്ടിൻ്റെ മാംസമാണ് അത്രേ കുട്ടികൾ ഭക്ഷണമാക്കുക, എന്നിട്ടാണ് അത്രേ വളരുക. അപ്പോൾ അമ്മയുടെ വിയോഗം അവിടെ പറയാം. അങ്ങനെയുണ്ട്. പുത്രന്മാരാൽ ഉപേക്ഷിക്കപ്പെടുക. പുത്രന്മാർ ആൺമക്കളുണ്ട് വെച്ചാൽ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും മക്കളാൽ ഉപേക്ഷിക്കപ്പെടേണ്ട. അത് പ്രയോഗത്തിനനുസരിച്ചിട്ട് അവിടുത്തെ അവസ്ഥയ്ക്കും പ്രയോഗത്തെ സാമർഥ്യത്തിനൊക്കെ അനുസരിച്ച് പറയാവുന്ന ഫലങ്ങളാണ്. ഗണപുരഗ്രാമാഗ്രണീരുഘ്രദീഹി, ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാൽ ശ്രേഷ്ഠതകളൊന്നും ഉണ്ടാവില്ല. ശ്രേഷ്ഠത്വം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായിരിക്കുക എന്ന് പറയില്ല. പണ്ഡിതത്വം പോലെയുള്ള, പാണ്ഡിത്യം പോലെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഗുണങ്ങളും അതൊന്നും ഇല്ലാത്തവനായിരിക്കുക. അപ്പോൾ ശ്രേഷ്ഠനല്ലാതെ ഇരിക്കുക എന്നാണ്. കന്നിയിൽ വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? പുത്രന്മാർ ജാത പുത്ര കളത്ര വിഭവോ എന്നാണ്. കന്നിയിൽ നിന്ന് കഴിഞ്ഞാൽ പുത്രന്മാരും ധനവും നശിക്കുക, പുത്രദുഃഖം അനുഭവിക്കേണ്ടി വരിക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുത്രനാശം സംഭവിക്കുക, ധനനാശം, വലുതായിട്ടുള്ള ധനനാശം. അത് പ്രത്യേകിച്ച് സ്ത്രീകളാൽ ഉണ്ടാകുന്ന ധനനാശമാണെന്നുള്ളത് ഓർക്കണത് തോന്നുന്നു. കന്നി സ്ത്രീരാശി കൂടിയിട്ടാണ്, സ്ത്രീയുടെ ദുഃഖമുള്ള രാശിയാണ്. അപ്പോൾ സ്ത്രീ നിമിത്തം ധനം നഷ്ടപ്പെടുക. തുലാത്തിൽ ഉച്ചസ്ഥിതിയാണ് കേട്ടോ. തുലാത്തിൽ വന്നാൽ രാജപ്രിയോവിത്തവാൻ, രാജപ്രിയനായിരിക്കുക, സ്വജനങ്ങൾക്കും ഗ്രാമങ്ങൾക്കും നാഥനായിരിക്കുക എന്നർത്ഥം. തുലാം ശനിക്ക് ഉച്ചരാശിയാണ്, ശനിക്ക് ബലമുള്ള രാശിയാണ്. അപ്പോൾ അത് വന്ന് ആ രാശിയിൽ നിന്നാൽ തന്നെ സ്വജനങ്ങൾക്കും ഗ്രാമങ്ങൾക്കും നാഥനായിരിക്കും. സ്വജനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, കുടുംബത്തിൽ കുറച്ച് പ്രാധാന്യം കൂടുതലുള്ള, സ്വകുടുംബാദികൾ കുറച്ച് പ്രാധാന്യമുള്ള വ്യക്തിയായിരിക്കുക. ഗ്രാമത്തിന് നാഥനായിരിക്കുക. ഗ്രാമത്തിൻ്റെ നാഥൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊക്കെ പറയാം. എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ വഹിക്കുക, അങ്ങനെ വെച്ചാൽ മതി. പ്രസിഡന്റ് തന്നെ ആയിക്കൊള്ളാം, അങ്ങനെയൊന്നും നിർബന്ധം പിടിക്കണ്ട. പിന്നെയോ വൃശ്ചികത്തിൽ നിന്ന് കഴിഞ്ഞാൽ തേജോഭാരഗുണാന്വിതോ രവിസുതേ, വൃശ്ചികത്തിൽ നിന്ന് കാഠിന്യം കൂടുതലായിരിക്കുക. ദേഷ്യം കഠിന പ്രകൃതിയായിരിക്കുക എന്നർത്ഥം. ദേഷ്യം കൂടുതലായിരിക്കുക. ധനുവിൽ നിന്ന് കഴിഞ്ഞാലോ പുത്രന്മാരും ഭാര്യയും ധനവും ഉണ്ടാവുക. അത് നല്ല ഫല പറഞ്ഞിട്ടുള്ളത്. തേജോദാരഗുണാന്വിതോ രവിസുതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ധനുസിൽ
പുത്രന്മാർ നല്ല സന്താനങ്ങളെല്ലാം അറിയപ്പെടുക, നല്ല ഭാര്യ ഉണ്ടാവുക, ധനം ഉണ്ടാവുക. അപ്പോൾ ധനുരാശിയിലും ശനി നിന്നാൽ പൊതുവേ നല്ലതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മകരത്തിൽ നിന്ന് മകരം കുംഭമൊക്കെ ശനിയുടെ സ്വക്ഷേത്രം മൂലക്ഷേത്രമൊക്കെയാണ്. അപ്പോൾ രാജപ്രിയനായിട്ട് ഉദാരഗുണം ഉള്ളവനായിട്ട് ഭവിക്കുക. ഉദാരഗുണം അനേക തരം ഗുണങ്ങളുണ്ടാവുക. കുംഭത്തിൽ നിന്ന് കഴിഞ്ഞാൽ ധനം ഉണ്ടാവുക, ധനം ധാരാളം ഉണ്ടാവുമെന്ന് അറിയാം. ശരി, കുംഭത്തിൽ വന്നു കഴിഞ്ഞാൽ ധനവാനായിരിക്കും. അതേപോലെ തന്നെയോ മീനത്തിൽ വന്നു കഴിഞ്ഞാൽ തേജസ് ഉണ്ടാവും, സദ്ഗുണം, തേജസ് പോലെയുള്ള വിശേഷപ്പെട്ട ആനുകൂല്യ സ്ഥിതികളെല്ലാം ഈ വ്യക്തിക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശനി മേടത്തിലാണ് ഏറ്റവും മോശമായിട്ട് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇടവത്തിലും ധനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. മിഥുന രാശിയിൽ സുഖം നശിക്കും, ബുദ്ധിഹീനത്വം ഉണ്ടാവും എന്ന് പറഞ്ഞു. പ്രത്യേകിച്ചിട്ട് ഈ ഓട്ടിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ശനി മിഥുനത്തിൽ നിൽക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ചില സ്വഭാവങ്ങൾ പ്രത്യേക ജീവിതാനുഭവത്തിൽ നിന്ന് എടുത്ത് പറയണതാണ്. കാരണം ജാതകമൊക്കെ എഴുതി വായിക്കുന്ന സമയത്ത് മിഥുനത്തിൽ ശനി നിൽക്കുന്ന സമയത്ത് ജനിച്ച ആൾക്കാർക്ക് ഇങ്ങനെ ചില വിശേഷങ്ങളൊക്കെ ബുദ്ധിഹീനത, എന്തെങ്കിലും മന്ദബുദ്ധിയായിട്ടോ അല്ലെങ്കിൽ ഈ ഓട്ടിസം പോലെയുള്ള എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. കർക്കിടകത്തിലെ ഫലങ്ങളും അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. കർക്കിടകത്തിൽ ശനി പാപദൃഷ്ടിയോട് കൂടിയിട്ട് 4 വന്നാൽ അമ്മ നശിച്ച, പ്രസവത്തിൽ അമ്മ മരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്മയെ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ അനുഭവങ്ങളുണ്ട്. ചിങ്ങത്തിൽ അങ്ങനെ കാര്യമായിട്ട് പറയാൻ അവിടെ ഓർമ്മ കിട്ടുന്നില്ല. ശ്രേഷ്ഠനല്ലാത്തവൻ എന്നുള്ളൊരു ഫലം മാത്രമാണ് ചിങ്ങത്തിൽ പറഞ്ഞിട്ടുള്ളത്. കന്നിയിൽ ധനം നശിക്കുക, പുത്രന്മാരുണ്ടാവുക, അല്പപുത്രരാശിയാണത്. സന്താനമുണ്ടാവാൻ ഇപ്പോൾ ശനി 5-ാം ഭാവത്തിൽ കന്നിയിലാണ് നിൽക്കുന്നത് വെച്ചാൽ സന്താനം ഇല്ലാണ്ട് ബുദ്ധിമുട്ട്, IVF ഒക്കെ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അനുഭവങ്ങളാണ്, അതുകൊണ്ടാണ് അതൊക്കെ പറയാൻ കാരണം. അതേപോലെ തന്നെ ധനം കുറഞ്ഞിരിക്കുക, ലോണൊക്കെ എടുത്തിട്ട് വീടൊക്കെ പോയിട്ടുള്ള ആൾക്കാർ, 4 കന്നിയിൽ ശനിയൊക്കെ നല്ല ആൾക്കാർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. തുലാത്തിലെ ശനിക്ക് കുറച്ച് അനുകൂല സ്ഥിതിയൊക്കെ, ഒരു മേധാവിത്വം, നേതാവ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അവസ്ഥ കണ്ടിട്ടുണ്ട്. വൃശ്ചികത്തിൽ ക്രൂര സ്വഭാവമുള്ള ആൾക്കാരെ പ്രത്യേകമായിട്ട് അറിയാം. അതേപോലെ തന്നെ ധനുവെങ്കിൽ പുത്രന്മാരും ധനമൊക്കെയുള്ള നല്ല കുടുംബജീവിതം നയിക്കുന്ന കുടുംബസ്ഥാനന്മാരെ പ്രത്യേകം അറിയാം. മകരം കുംഭം മീനത്തിലൊന്നും ശനിക്ക് പ്രത്യേകിച്ച് ആശ്രയഫലത്തിൽ ദോഷങ്ങൾ പറയാനില്ല. ജീവിതാനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ശനിയുടെ ഭാവഫലം പെട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ. ഇതെപ്പോഴും പ്രയോഗിക്കുന്ന പ്രമാണങ്ങളും ശ്ലോകങ്ങളാണ്. അപ്പോൾ ശനി എല്ലാ ഭാവത്തിലും ദോഷമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. തുലാത്തിൽ വന്നാലും മകരത്തിലും കുംഭത്തിലും ഒക്കെ വന്നാൽ ശനിക്ക് നല്ല ഫലങ്ങൾ തന്നെയാണ് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതാഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയൂ. നിങ്ങളുടെ ജാതകത്തിൽ ശനി എവിടെ നിൽക്കുന്നത് എന്നൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ശനിയുടെ ഭാവം മാറരുത് കേട്ടോ. ഭാവം നോക്കണം, ശനി ഭാവം മാറി നിൽക്കണുണ്ടോ എന്നൊക്കെയുള്ളത് നോക്കണം. ഭാവം മാറിക്കഴിഞ്ഞാൽ ഭാവം മാറി രാശിയുടെ ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് എഴുതുക. മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും. അതൊക്കെ വായിക്കുമ്പോഴേ ജീവിതാനുഭവങ്ങളാണല്ലോ. ശാസ്ത്രത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല, ജീവിതാനുഭവം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു ഗ്രഹത്തിൻ്റെ ആശ്രയഫലമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.